സീറ്റിൽ BJP മുന്നിട്ട് നിൽക്കുന്നു എന്ന ആദ്യ സൂചന വരികയാണ്. ഒരു സീറ്റിൽ BJP മുന്നിട്ട് നിൽക്കുന്നു. ഡൽഹിയിൽ നിന്നുള്ള ആദ്യ ഫലസൂചന, ഒരു സീറ്റിൽ BJP മുന്നിട്ട് നിൽക്കുന്നു. ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും ഒരു സീറ്റിലും ലീഡ് ചെയ്യുന്നില്ല. ആദ്യ സൂചന BJPക്ക് അനുകൂലമായിട്ടുള്ളതാണ്. ഒരു സീറ്റിൽ BJP മുന്നിട്ട് നിൽക്കുന്നു. ആകെ 70 സീറ്റുള്ള ഡൽഹിയിൽ 36 സീറ്റുകൾ ആണ് കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത്. അവിടെ ഒരു സീറ്റിൽ ആദ്യ സൂചന ന്യൂസ് 18ൽ കൃത്യമായ അപ്ഡേറ്റുകളുമായിട്ട് ന്യൂസ് 18 ഇത്തവണയും 2 സീറ്റിൽ BJP ലീഡ് ചെയ്യുകയാണ്. 2 സീറ്റിലാണ് BJP ഇപ്പോൾ ഡൽഹിയിൽ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആദ്യ സൂചന BJPക്ക് അനുകൂലമായി വരികയാണ്. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും ആം ആദ്മി പാർട്ടിക്ക് ലാൻഡ് സ്ലൈഡ് വിക്ടറി കിട്ടിയ ഡൽഹിയിൽ 2015ലും 20ലും BJPക്ക് ഒരു സീറ്റിലെങ്കിലും ലീഡ് നേടാൻ മിനിറ്റുകളുടെ കാത്തിരിപ്പ് വേണ്ടി വന്നിരുന്നു. മണ്ഡലത്തിലാണ് ഇപ്പോൾ ലീഡ് ചെയ്യുന്നത്. നജഫ്ഗഡ് മണ്ഡലത്തിലാണ് ഇപ്പോൾ BJP ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2 സീറ്റുകളിൽ ഇപ്പോൾ BJP ലീഡ് ചെയ്യുന്നു. അതിലൊന്ന് നജഫ്ഗഡ് മണ്ഡലമാണ്. നജഫ്ഗഡ് മണ്ഡലത്തിൽ സൗത്ത് വെസ്റ്റ് ഡൽഹിയിലും BJP ലീഡ് ചെയ്യുന്നു. സൗത്ത് വെസ്റ്റ് ഡൽഹി ഒപ്പം തന്നെ നജഫ്ഗഡ്, ഈ 2 മണ്ഡലങ്ങളിലാണ് BJP ഇപ്പോൾ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആദ്യ ലീഡ് BJPക്ക് 2 മണ്ഡലങ്ങളിൽ BJP ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ഡൽഹിയിൽ നിന്നുള്ള ആദ്യ സൂചനകൾ വരുന്നത്. എന്തായാലും ആദ്യ ട്രെൻഡ് എന്ന് പറയുന്ന, ആദ്യ സൂചന എന്ന് പറയുന്ന BJPക്ക് അനുകൂലമായി മാറുകയാണ്. അതായത് എക്സിറ്റ് പോൾ ഫലങ്ങളെ സാധൂകരിക്കുന്ന രീതിയിലാണ് ന്യൂഡൽഹിയിൽ BJP ലീഡ് ചെയ്യുന്നു. ന്യൂഡൽഹി മണ്ഡലത്തിൽ BJP ലീഡ് ചെയ്യുന്നു. അരവിന്ദ് കേജ്രിവാൾ പിന്നിൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ന്യൂഡൽഹി മണ്ഡലത്തിൽ അരവിന്ദ് കേജ്രിവാൾ പിന്നിൽ. അവിടെ പർവേഷ് വർമ്മ ലീഡ് ചെയ്യുകയാണ്. BJP സ്ഥാനാർത്ഥി പർവേഷ് വർമ്മ മുൻ മുഖ്യമന്ത്രിയുടെ മകനാണ്. അദ്ദേഹം ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളിലും കേജ്രിവാൾ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ച ന്യൂഡൽഹിയിൽ ഇപ്പോഴേതായാലും ആദ്യ ലീഡ് BJPക്ക്, ആവേശകരമായ മുന്നേറ്റമാണ് BJPക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ന്യൂഡൽഹി മണ്ഡലത്തിൽ മുഖ്യമന്ത്രിയായിരുന്ന അരവിന്ദ് കേജ്രിവാൾ പിന്നിലാണ് എന്നുള്ളതാണ്. അരവിന്ദ് കേജ്രിവാൾ 3 സീറ്റുകളിൽ BJP ലീഡ് ചെയ്യുകയാണ്. 3 സീറ്റായിട്ട് BJPയുടെ ലീഡ് ഉയർന്നിരിക്കുകയാണ്. മനീഷ് സിസോദിയയും പിന്നിൽ. ഡൽഹി മുൻ ഉപമുഖ്യമന്ത്രി, മദ്യനയ കേസിലെ പ്രതി മനീഷ് സിസോദിയയും പിന്നിലാണ്. 3 സീറ്റിലും BJP ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനം. ന്യൂഡൽഹി മണ്ഡലത്തിൽ അരവിന്ദ് കേജ്രിവാൾ പിന്നിൽ, BJPയുടെ പർവേഷ് വർമ്മ മുന്നിൽ. ഉപമുഖ്യമന്ത്രിയായിരുന്ന മനീഷ് സിസോദിയ, ആം ആദ്മി പാർട്ടിയുടെ 2ാമത്തെ പ്രമുഖ നേതാവ്, പിന്നിൽ. അവിടെയും BJP ആണ് മുന്നിട്ട് നിൽക്കുന്നത്. അങ്ങനെ 3 സീറ്റുകളിലും ലീഡ് BJPക്ക് കിട്ടുകയാണ്. ആദ്യ ഫലസൂചന BJPക്ക് അനുകൂലമായി വരികയാണ്. 2015ലെയും 2020ലെയും ട്രെൻഡ് അല്ല. 2025ൽ BJPയുടെ ലീഡ് 3 സീറ്റുകളായി കുറഞ്ഞിരിക്കുകയാണ്. മനീഷ് സിസോദിയയും പിന്നിൽ, അരവിന്ദ് ഒരു സീറ്റിൽ ആം ആദ്മി പാർട്ടി മുന്നിൽ, ഒരു സീറ്റിൽ ആം ആദ്മി പാർട്ടി മുന്നിൽ. അല്ലെ, 3 സീറ്റിൽ BJP ലീഡ് ചെയ്യുന്നു. അതിൽ 3 സീറ്റ് എന്ന് പറയുന്നത് ഒന്ന് ന്യൂഡൽഹി, ഒന്ന് നജഫ്ഗഡ്, 2 സിസോദി മത്സരിക്കുന്ന ജംഗ്പുര. ഒപ്പം തന്നെ ആം ആദ്മി പാർട്ടി ഇപ്പോൾ ഒരു സീറ്റിൽ ലീഡ് ചെയ്യുന്നു. അങ്ങനെ 4 സീറ്റിലെ ഫലസൂചനകൾ വരുമ്പോൾ അതിൽ 3 സീറ്റിൽ BJP, ഒരു സീറ്റിൽ ആം ആദ്മി പാർട്ടി, 3 സീറ്റിൽ BJP, ഒരു സീറ്റിൽ ആം ആദ്മി പാർട്ടി. ഏറ്റവും പ്രധാനം, ആ 3 സീറ്റിൽ 2 എണ്ണം VIP സീറ്റുകളാണ്. ഒന്ന് ന്യൂഡൽഹി മണ്ഡലം, അവിടെ അരവിന്ദ് കേജ്രിവാൾ പിന്നിൽ, പർവേഷ് വർമ്മ BJP മുന്നിൽ. ജംഗ്പുരയിൽ മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ പിന്നിൽ. അങ്ങനെ 2 VIP സീറ്റുകളിലും ആം ആദ്മി പാർട്ടി പിന്നിലാണ്. ഈ 4 സീറ്റുകളിലെ സൂചന വന്നതിൽ 2 സീറ്റുകൾ BJPക്ക് അധികമായി മുന്നിട്ട് നിൽക്കുന്ന സീറ്റുകളാണ്. അല്ലെ, കഴിഞ്ഞ തവണ ഈ 2 സീറ്റുകളും BJP തോറ്റ സീറ്റുകളാണ്. അവിടെയാണ് BJP ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത്. ഒരു സീറ്റ് BJP നിലനിർത്തിയിരുന്ന സീറ്റാണ്. അവിടെ ഇപ്പോഴും ലീഡ് ചെയ്യുകയാണ്. അതേസമയം ആം